മറിയയുടെ പക്കൽ ദൂതൻ അറിയിക്കുന്ന വന്ദന സ്വരം കേട്ട് മറിയ ഭ്രമിച്ചു പോയപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ്, മറിയയെ നീ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ, നാം അനുഭവിക്കുന്ന വേദനകളിൽ, നമ്മുടെ നിരാശകളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ പതറിപ്പോകുന്ന നമുക്ക് ലഭിക്കാവുന്ന വലിയൊരു ഉറപ്പാണ് ഈ വാക്ക്, ഭയപ്പെടേണ്ട. ഇത് കേവലം ഒരു വാക്കല്ല, ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. നീ ഇനി ഭയപ്പെടേണ്ട. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എത്ര പ്രതികൂലമായാലും നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിലെ ഭയത്തെ അകറ്റുവാനും നമ്മെ ബലപ്പെടുത്തുവാനും നമ്മെ സഹായിക്കും. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ പ്രിയ ദൈവപൈതലേ, നീ ഭയപ്പെടേണ്ട. നിൻ്റെ കൂടെ കർത്താവുണ്ട്. നീ തളർന്നു പോകുമ്പോൾ നീ ഭയപ്പെടേണ്ട. നിന്നെ ബലപ്പെടുത്തുന്ന, നിൻ്റെ കാലിടറുമ്പോൾ നീ വീഴാതെ നിന്നെ താങ്ങുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും നീ ഭയപ്പെടേണ്ട. നിന്നെ കൈവിടാത്ത ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ തനിച്ചായെന്ന് നിനക്ക് തോന്നുമ്പോൾ, നിൻ്റെ നാളുകളെക്കുറിച്ച് നീ ആകുലപ്പെടുമ്പോൾ, ആവലാതിപ്പെടുമ്പോൾ നീ ഭയപ്പെടേണ്ട കുഞ്ഞെ. ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ആയതിനാൽ ഇനി ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട.